ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് വേണ്ടി വ്യാപകമായ ജിംനേഷ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇപ്പം പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം അത് ശരിയായ പണ്ട് ഇതൊന്നും വേണ്ട. ഇന്ന് വരുന്ന ആഗസ്റ്റ് 23-ാം തീയതി കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ ദിനമാണ്. കാരണം ഫിറ്റ്നസ് എക്സ്ട്രീം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ശ്രീ ജിജു ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ലോക ഫിറ്റ്നസ് രംഗത്ത് ഒരു ശക്തമായ ഒരു കാൽവെപ്പ് കണ്ണൂരിൽ നിന്നുണ്ടാവുകയാണ്. 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പയ്യാമ്പലം അറേബ്യൻ റിസോർട്ടിൽ വെച്ച് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ അധ്യക്ഷതയിൽ PWD വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട PA മുഹമ്മദ് റിയാസ് അവർ ഈ അക്കാദമി ഉദ്ഘാടനം ചെയ്ത് ലോകത്തിന് സമർപ്പിക്കും. ജില്ലയിലെ MLA-മാരും MP-മാരും ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട DIG SP രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുള്ള കായിക രംഗങ്ങളുള്ള അധികായന്മാർ ഈ ചടങ്ങിൽ സന്നിധരായിരിക്കും. ഈ ചടങ്ങിൽ വെച്ച് കേരളത്തിലെ അയൺ ഗെയിംസിലെ അർജുൻ അവാർഡ് ജേതാക്കളായ ശ്രീ PJ ജോസഫ്, സജീവൻ ഭാസ്കരൻ അർജുന, TV പോളി, GV രാജ അവാർഡ് ജേതാവായ ശ്രീ MK കൃഷ്ണകുമാർ എന്നിവരെ ആദരിക്കും. ഈ ചടങ്ങിന് ശേഷം ദുബായ് ക്ലാസിക് ബോഡി ബിൽഡിംഗ് ഷോൻ്റെ വിന്നറായ ബെറൂസ് തബാനി, പ്രോ കാർഡ് വിന്നേഴ്സായ വ്ലാഡ് ശുക്രോവ്സ്കോ, സമീർ ത്രോദി എന്നിവരുടെ ശരീര സൗന്ദര്യ പ്രദർശനമുണ്ടാവുന്നതാണ്. ഫിറ്റ്നസ് എക്സ്ട്രീം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ സംബന്ധിച്ചോളം ലോകവ്യാപകമായി ജിംനേഷ്യങ്ങളും ആരോഗ്യരംഗത്ത് ആരോഗ്യ പരിപാലനത്തിനെ പറ്റി, ജിംനേഷ്യം എക്യുപ്മെൻറ്റിനെ പറ്റി എല്ലാം വളരെയധികം പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്, കമ്പനിയാണ്. ഇന്ത്യയിൽ തന്നെ കണ്ണൂരിലും ഹൈദരാബാദിലും മുംബൈയിലും ബാംഗ്ലൂരിലും ഇവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. ലോകത്ത് തന്നെ ഇന്ത്യക്ക് പുറത്ത് തന്നെ പറയുകയാണെങ്കിൽ UAE, തുർക്കി, ഖത്തർ, സൗദി അറേബ്യ, അതിലുപരി ലോകത്ത് പലയിടത്തും വ്യാപിപ്പിക്കാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങളുടെ കണ്ണൂരിലെ 21-ാം തീയതി 23-ന് നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം. കണ്ണൂരിൽ എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം ഓർക്കുക, ഈ അക്കാദമിയിൽ ലോക നിലവാരത്തിലുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ പറയുന്നത് കൂടുതലില്ലെങ്കിലും ഇനി ലോക ഫിറ്റ്നസ് രംഗത്ത് ഫിറ്റ്നസ് രംഗം നിർണ്ണയിക്കുന്നത് ചിലപ്പോൾ കണ്ണൂരിൽ തന്നെ ആയിക്കൂടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികം പറ്റില്ല. എന്തെന്നായാലും നിങ്ങളെല്ലാവരെയും തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. കാരണം ശക്തമായൊരു ഇന്ത്യ, ആരോഗ്യമുള്ളൊരു ഇന്ത്യ എന്നുള്ളതാണ് മുദ്രാവാക്യം ഞങ്ങളുടേത്. സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് ഫിറ്റ്നസ് സെൻ്ററുകൾ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ കണ്ണൂർ നിങ്ങൾക്കറിയാം, ഇപ്പം തന്നെ നമ്മൾ ഫിറ്റ്നസ് എക്സ്ട്രീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജിംനേഷ്യങ്ങൾ കണ്ണൂരിലെ ഫിറ്റ്നസ് എക്സ്ട്രീമിൻ്റെ ഒന്ന് താഴെച്ചൊവ്വ നന്ദിലത്തിൻ്റെ മുകളിൽ, അതുപോലെ ബസ് സ്റ്റാൻഡിലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ 100 കണക്കായ ജിംനേഷ്യങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലും രാജ്യത്തിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം ഉള്ളത്. ഇപ്പം ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് നമുക്ക് ജ്യോതിയേട്ടനൊക്കെ അറിയാം, അദ്ദേഹത്തിനൊക്കെ ഗൾഫിൽ ജിംനേഷ്യം ഉള്ളതാണ്, അദ്ദേഹം ഒക്കെ അറിയാം. ആ മേഖലയിൽ കണ്ണൂർ ജില്ലക്കാരായ 100 കണക്കിനായ പരിശീലകർ വിവിധ ജില്ലകളിലുണ്ട്. അപ്പോൾ ഇവർക്ക് ശരിയായ ശാസ്ത്രീയമായ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം, അതാണ് ഇപ്പോൾ പീറ്റർ സാർ പറഞ്ഞത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത്ര നേരത്തെ ഇൻ്റർനാഷണൽ ലെവലില്ല, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫിറ്റ്നസ് അക്കാദമി ഇന്ത്യയിൽ ഫസ്റ്റാണെന്ന് നമുക്ക് പറയാം. ഒരു 2-3 കുറച്ച് നിലവാരങ്ങളിലുള്ള ഉണ്ടെങ്കിലും തികച്ചും അന്താരാഷ്ട്ര തലത്തിലുള്ള അതിൻ്റെ ട്രെയിനേഴ്സും അതിൻ്റെ സിലബസും കാര്യങ്ങളും അതിൻ്റെ സെറ്റപ്പും എല്ലാം ഉള്ള ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു അക്കാദമിയാണ് ഇവിടെ വരാൻ വന്നത്. അത് നമ്മളെ നാട്ടിലെ കുട്ടികൾ
ശരിക്കും പ്രയോജനപ്പെടുത്തി ഈ സർട്ടിഫൈഡ് ഇന്ന് വിദേശ രാജ്യങ്ങളിലെല്ലാം ശരിയായ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രെയിനേഴ്സായിട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആളുകളൊക്കെ ഈ നാട്ടിലെ നമ്മൾ തന്നെ ഒരു ജിംനേഷ്യത്തിൽ പോകുമ്പോൾ ഇപ്പം എന്താ നമ്മുടെ ഈ രണ്ട് ഫിറ്റ്നസ് എക്സ്ട്രീമിൻ്റെ 2 സർട്ടിഫൈഡ് പരിശീലകന്മാർ വിവേകും അതുപോലെ പ്രജിത്തും ഇവർക്കൊക്കെ അറിയാൻ പറ്റുന്ന നമ്മളെ ഇപ്പം സ്ത്രീകൾ വമ്പിച്ച രീതിയിൽ സ്ത്രീകൾ ഫിറ്റ്നസ് മേഖലയിലേക്ക് കടന്നു വരുന്നത്. സ്ത്രീകൾ പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ, PCOD പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അതിന് മരുന്നല്ല, അതിന് ഫിറ്റ്നസ്സാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ജിംനേഷ്യങ്ങളിൽ വരുമ്പോൾ അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം? അതൊക്കെ ശാസ്ത്രീയമായിട്ട് അത്രയും സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ ഏറ്റവും ഓരോ ജിംനേഷ്യത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആദ്യം നോക്കുക അവിടെയുള്ള ട്രെയിനേഴ്സ്, സർട്ടിഫൈഡായ ട്രെയിനേഴ്സ് ഉണ്ടോ, ആ കാര്യങ്ങൾ ആദ്യം നോക്കുക. അപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിലെ ആൾക്ക് അങ്ങനെയുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ഇതിപ്പം ഈ ട്രെയിനിങ് അക്കാദമി കിട്ടുക. അത് ഈ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ലോഞ്ച് ചെയ്യണം. തികച്ചും വിദേശ പരിശീലകരും വിദേശ സിലബസുള്ള അത്രയും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു അക്കാദമിയാണ് വരുന്നത്. അതെന്തുകൊണ്ടും നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഉണ്ടാവുക. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ജീവിത ശൈലിയാണ്. വിവിധ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരും ഇപ്പം ഫിറ്റ്നസ് അവർക്കൊരു മുഖ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഏത് ജിമ്മിൽ പോയാലും കൂടുതലും കാണുന്നത് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ. അപ്പോൾ അവർ പല ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസ്, ബാക്ക് പെയിൻസ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ശാസ്ത്രീയമായ രീതിയിൽ വർക്കൗട്ട്, അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു ക്ലയൻറ്റിനെ കിട്ടിയാൽ അവർ പ്ലാൻ ഉണ്ടാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ട് അവൻ്റെ ജീവിതശൈലി രോഗങ്ങളും ബാക്കി എല്ലാ അസുഖങ്ങളെയും ഒരു പരിധിവരെ അകറ്റി നിർത്താൻ ഉതകുന്ന രീതിയിലുള്ളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കാനും പ്രാപ്തരായ ഒരു ട്രെയിനർ വേണം. അതായത് A to Z അവൻ്റെ വർക്കൗട്ട് പ്ലാന്, ഡയറ്റ് പ്ലാന്, റെസ്റ്റ് പ്ലാൻ ഇതെല്ലാം ഡിസൈൻ ചെയ്യാൻ പറ്റുന്നൊരു ട്രെയിനർ കിട്ടിയാൽ മാത്രമേ ഒരു ക്ലയൻറ്റിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റൂ. അതിന് പറ്റിയ ട്രെയിനേഴ്സ് ഞാൻ ട്രെയിനേഴ്സിനെ കുറ്റം പറയുന്നല്ല, നമ്മളെ സിസ്റ്റം അങ്ങനെയായിരുന്നു. പണ്ട് അങ്ങനെ ഒരു ട്രെയിനിങ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല ട്രെയിനേഴ്സിന് വേണ്ടി. ഈ അടുത്ത കാലത്താണ് ട്രെയിനേഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ്. അത് ഇന്ത്യയിൽ ഇത്ര അധികം പ്രചാരത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അത്ര ഒരു പ്രചാരം ലഭിച്ചിട്ടില്ല. അതിനിടയിലാണ് കണ്ണൂരിൽ ആദ്യമൊന്നുണ്ടായിരുന്നു, പക്ഷെ അത്ര അധികം വിജയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ലോകോത്തര നിലവാരമുള്ളൊരു അക്കാഡമിയാണ് വരാൻ പോകുന്നത്. അതിന് സാരഥ്യം വഹിക്കുന്നതും വളരെ പ്രാഗൽഭ്യമുള്ള ആൾക്കാരാണ്. ഈ ട്രെയിനേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഒരു ഡിസൈൻ ചെയ്ത ഒരു കോഴ്സുണ്ട്. 6 മാസത്തെ കോഴ്സാണ്. അതിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, ഡയറ്റ് പ്ലാൻ, റെസ്റ്റ് ഇതെല്ലാം കൂടിയ ഒരു 6 മാസത്തെ കോഴ്സാണ്. അതിൽ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് വെയ്റ്റ് ട്രെയിനിങ്, കാർഡിയോ ട്രെയിനിങ്, അത് രണ്ടും അടക്കും. പിന്നെ വരുന്നത് കെയ്ൻസിയോളജി എന്ന് പറയുന്നൊരു വിഭാഗമാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ അനാട്ടമി മുതൽ നമ്മളെ മൂവ്മെൻറ്റ്സ് എങ്ങനെ, അതായത് ഒരു മൂവ്മെൻറ്റ്സിൽ ഒരു മസിൽ അല്ലെങ്കിൽ ബോൺ വെയിൻ ഇതെല്ലാം എങ്ങനെ ഇൻവോൾവ് ആകുന്നു, അതെങ്ങനെ അത് പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയമായൊരു ഇതാണ് കൈൻസിയോളജി എന്ന് പറയുന്നത്. അത് അനാട്ടമി, ന്യൂട്രീഷൻ കോഴ്സ്, പിന്നെ CPR ഇതെല്ലാം അടങ്ങിയ ഒരു പാക്കേജാണ് ഈ കോഴ്സ് 6 മാസം കൊണ്ട് നൽകുന്നത്. ഇതെല്ലാം 6 മാസം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, 6 മാസം കൊണ്ട് എന്താണ് ഇവർ ഇത്രയും വലിയൊരു ശാസ്ത്ര മേഖല അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന്. ബാക്കി ഒരു ബേസിക് ആയിട്ടുള്ളതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും, ബാക്കിയുള്ളതെല്ലാം അവരവരുടെ കഴിവനുസരിച്ച് ഡെവലപ്പ് ചെയ്യും. അവൻ്റെ എക്സ്പീരിയൻസും ജിമ്മിലുള്ള ബാക്കിയുള്ള ക്ലയൻസിനോടുള്ള ഇതെല്ലാം കൊണ്ട് അവന് ഒരു ട്രെയിനർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെല്ലാം വേണ്ടിയുള്ളൊരു കോഴ്സാണ് ഈ 6 മാസത്തെ കോഴ്സ്. ഈ കണ്ണൂരിലെ ഈ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട്. നമ്മളിപ്പം ഇനോഗ്രേഷൻ്റെ പരമായിട്ട്
ഫീസിന് ഇപ്പോൾ 50% ഓഫായിട്ടാണ് കൊടുക്കുന്നത്. ആ ദിവസം വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് 50% ഓഫായിട്ട്. നമ്മളിപ്പം ഫസ്റ്റ് ബാച്ചിന് വന്നിട്ട് 79,000 റുപ്പീസാണ് ചാർജ് ചെയ്തത്. അതും ഒരു ഡിസ്കൗണ്ടഡ് ഓഫറായിരുന്നു. അതിനെക്കാട്ടിയും കുറവ് എമൗണ്ടിലായിരിക്കും ഇനോഗ്രേഷൻ്റെ ടൈം നമ്മൾ ഫീസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആ ദിവസം തന്നെ ആയിരിക്കും അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. നമുക്കിപ്പോൾ വരുന്ന ബോഡി ബിൽഡേഴ്സ് ആരാളുള്ള ആ 3 ബോഡി ബിൽഡേഴ്സിൽ ഒരുത്തരായിരിക്കും പ്രൈസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കെല്ലാം പരിചയ മോഹൻ പീറ്റർ സാർ ഉൾപ്പെടെയുള്ള കുറേ ആളുകളൊക്കെ അന്ന് മുതൽ തന്നെ നമ്മൾ ഓരോ വർഷവും ഇങ്ങനെ ഓരോ ജിംനേഷ്യത്തിൻ്റെ മത്സരം. ജിംനേഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേഖല ആകെ മാറി ഫിറ്റ്നസ്സായി മാറിയിരിക്കുന്നത്. അതുപോലും തന്നെ വിവിധ ജീവിതശൈലി രോഗങ്ങൾപ്പെട്ടവരുമായി എല്ലാവരെയും ഒരു ആശ്രയം ഈ കുട്ടികളടക്കം 80 വയസ്സുള്ള ആളുകൾ ഉൾപ്പെടെ ചെറുക്കുന്നതിനും